ഓക്കെ, ഇനിയെങ്കിലും നടക്കുമല്ലോ. ഞാടും നാടും പാർട്ട് 7. ഓക്കെ, അപ്പോൾ ടോൺ കുറേ മ്യൂസിക് കൊടുക്കാൻ നോക്കി. മൈൻഡിൽ കുറേ മ്യൂസിക് വരും, പക്ഷെ അത് അപ്പോഴേ ചറപറ നേരത്തെ കൊടുക്കാന്ന് വെച്ചാൽ നടക്കില്ല. ഞാൻ പറയില്ലേ, ഒരു ഒരു എന്താ ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ അറിയില്ല, ആള് ഇപ്പോൾ ഹിന്ദിക്കാരനായിട്ട് സംസാരിക്കണമെങ്കിൽ ഹിന്ദിക്കാരന് മനസ്സിലാവുന്ന ഒരു ഭാഷ നമ്മൾ സംസാരിക്കണം. അതുപോലെ കമ്പ്യൂട്ടറിനെ കൊണ്ട് കമ്പ്യൂട്ടർ പല കാര്യങ്ങളും ചെയ്യും. കമ്പ്യൂട്ടർ കൊണ്ടൊരു കാര്യം ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ അവനോട് സംസാരിക്കാൻ നമുക്കൊരു ഭാഷ വേണം. കമ്പ്യൂട്ടർ പ്രോഗ്രാമേഴ്സ് എന്ന് പറഞ്ഞാൽ അതാണ്, കമ്പ്യൂട്ടറിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കാൻ വേണ്ടി കമ്പ്യൂട്ടർ ആകെ ഒരു 0, 1, ഇത് വോൾട്ടേജ് ഉണ്ട്, വോൾട്ടേജ് ഇല്ല, ഈ ഒരു 2 കാര്യം മാത്രമേ ആക്ച്വലി കമ്പ്യൂട്ടർ അറിയാൻ. ഈ ബേസിക് 2 കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇത് ഇത്രയും വലിയ സാധനങ്ങളും കാര്യങ്ങളെല്ലാം ചെയ്തത്. അത് വെച്ചിട്ട് അവന്മാർ സ്കെയിൽ ആദ്യത്തെ കമ്പ്യൂട്ടർ എന്ന് വെച്ചാൽ ഒരു റൂം നിറച്ച് നിൽക്കുന്ന ഒരു കമ്പ്യൂട്ടർ. അപ്പോൾ ഭയങ്കര കാശ് കൊടുക്കി ഉണ്ടാക്കിയ ഒരു ടൈപ്പ് കമ്പ്യൂട്ടറാണ് ആദ്യത്തെ. പിന്നെ അവിടെ നിന്ന് ടെക്നോളജി വളർന്നു തുടങ്ങി. പിന്നെന്താ, ട്രാൻസിസ്റ്റർ എന്നൊരു സാധനം കണ്ടുപിടിച്ചു, അവിടെ വെച്ച പോയിന്റ്. പിന്നെ അങ്ങോട്ട് വലിപ്പം കുറഞ്ഞ ഒരു സമയത്തെത്തിയപ്പോൾ ഓരോരുത്തരുടെയും കയ്യിൽ ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് നമ്മുടെ സ്റ്റീവ് ജോബ്സ് എന്ന് പറയുന്ന സിനിമ എന്താ കറക്റ്റ് ആളുടെ തിരിലത്, ആളുടെ ആ ജേർണിയും കാര്യങ്ങളൊക്കെ അപ്സ് ആൻഡ് ഡൗൺസും എല്ലാം കാണിക്കുന്ന ഒരു രീതിയിലൊരു സിനിമയാണ് ജോബ്സിൻ്റെ. പിന്നെ സ്റ്റീവ് ജോബ്സ് എനിക്ക് കാണാൻ പറ്റിയില്ല. നേരെ ക്ലൈമാക്സ് ആണ് ആദ്യം കണ്ടത്. അതിനി ഡൗൺലോഡ് ചെയ്യും. പിന്നെന്താ, അപ്പോൾ അങ്ങനെ ആളുടെ ആ വിഷൻ കാരണം എല്ലാ വീട്ടിലും കമ്പ്യൂട്ടർ എത്തുന്നതാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ കമ്പ്യൂട്ടർ ഇത്രയും ചെറിയൊരു സാധനമായിട്ട് മാറി, വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ സാധനം. പിന്നെ അതിപ്പോൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മൊബൈല് കയ്യിൽ കൊണ്ടുവരാം, പേഴ്സണലായിട്ട്. ഫോൺ എന്ന് ഇനി അതിനെ വിളിക്കാൻ പറ്റുമെന്ന് അറിയില്ല. മൂവബിൾ എന്ന് പറയുന്ന വാക്കിനാണ് മൊബൈലെന്ന് വന്നതെന്നറിയാമോ? ഫോൺ കൂടെ വിളിക്കാം, അത്രയും ഇപ്പോൾ പറയാൻ പറ്റും. എന്തൊക്കെ ഫംഗ്ഷൻ, ഇൻ്റർനെറ്റ് എന്തൊക്കെ കിട്ടി പാട്ട്, ആദ്യമൊക്കെ പാട്ടാണ്, പിന്നെ അവസാനമാണ് പിന്നെ ഇൻ്റർനെറ്റിൻ്റെ കൂടെ റവല്യൂഷനായിരുന്നു. പിന്നെ ഓരോ വ്യക്തിയെ ഇപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഡയറക്റ്റ് ടു ദാറ്റ് പേഴ്സൺ ത്രൂ ദ ഫോൺ, വാട്സപ്പ്. സിമ്പിൾ എക്സാമ്പിൾ ഇതിൽ ഐഡിയ വരുന്നു. ഫേസ്ബുക്ക് ഇങ്ങനെ കയറി വരുന്ന സമയത്താണ് ഞാൻ വിചാരിച്ചു, ഫേസ്ബുക്ക് ഓരോ സാധനങ്ങൾ വരുന്ന സമയത്ത് ഞാൻ കഴിഞ്ഞു, ഇനി അപ്പുറത്തോട്ട് ഇനിയില്ല. ഇങ്ങനെ ഉറപ്പിച്ചതാണ്. ഓരോന്ന് ഔട്ട്പുട്ട് വന്നപ്പോൾ കൊള്ളാം, ഇനി ഇതിൻ്റെ മുകളിലോട്ട് ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഫേസ്ബുക്ക് വന്നു, കുറച്ചുകൂടെ അഡ്വാൻസ്. ആർക്കാണ് കുറച്ചുകൂടെ ഫേസ്ബുക്കിൻ്റെ കഥ അറിയണമെങ്കിൽ നമ്മുടെ സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറയുന്ന പടം കണ്ടായിരുന്നു. അത് അടിപൊളിയായിട്ട് അതിൽ ചെയ്തിട്ടുണ്ട്. മാർക്ക് സക്കർബർഗിനെ പോലെ ഏകദേശം എടുത്തത് അതിനുണ്ട്. അവൻ നടൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. എന്നാലും ഈ പടം ഇഷ്ടപ്പെട്ടു. പക്ഷേ ആ പടത്തിൻ്റെ റേറ്റിംഗ് വളരെ കുറവായിരുന്നു. പക്ഷെ ആ പടം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമറിനെ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ കാരണം ആ പറയുന്ന കാര്യങ്ങൾ എന്താ, ഈ കമ്പ്യൂട്ടർ ഒരു സെർവർ, ഫേസ്ബുക്ക് എന്ന് പറയുന്ന സാധനം ഒരു പ്രോഗ്രാമല്ലേ. അപ്പോൾ നമുക്കിവിടെ ഫോൺ ഉപയോഗിച്ചാൽ കിട്ടും, പക്ഷെ ഇത് ഒരു സ്ഥലത്ത് ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. ഇത്രയും 10,000-കണക്കിൽ അതിന് കൂടുതൽ ആൾക്കാർ ഒരേ സമയത്ത് ഉപയോഗിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഈ സാധനം ലഭ്യമാകും. അപ്പോൾ അതിനു വേണ്ടി പിന്നെ വഴിതെറ്റിപ്പോയല്ലോ. പോട്ടെ. ഇന്നെങ്ങാനും ഞാൻ ഈ വീഡിയോ എടുത്ത് തീരുമോ എനിക്കറിയില്ല. ഓക്കെ, കൺട്രോൾ. ഓക്കെ, അപ്പോൾ 4 ദിവസമായി പാട്ടിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലായിരുന്നു. പാട്ടിൻ്റെ സ്ട്രക്ചർ എന്താണ്, പാട്ടിൻ്റെ സ്ട്രക്ചർ ആദ്യത്തെ ഒരു 4 വരി, ആദ്യം ഒരു ഇൻട്രോ ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ലിറിക്സ് വരുന്നു. പിന്നെ ലിറിക്സ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ടോൺ, അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തേത്, അതായത് ഫസ്റ്റ് ചാൻസ്, പിന്നെ പല്ലവി, അതിന് ഒരു ടൂണ്, അനുപല്ലവി, പിന്നെ കുറച്ച് ടൂണ് കഴിഞ്ഞ് ഒരു ചെറിയ ടൂണ് കഴിഞ്ഞിട്ട് ആണെങ്കിൽ ഒരു ചരണം കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കൂടെ പല്ലവി. എന്തായാലും അതാണ് പാറ്റേൺ. അപ്പോൾ 2 പ്രാവശ്യം ചരണം വരും. പിന്നെ പല്ലവി എന്ന് പറയുന്നത് ഫസ്റ്റ് ചാൻസാണ്.
ഏത് ആ ആരോ വന്നിട്ടുണ്ട്. ഇതൊന്ന് ഞാൻ എടുത്ത് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരാണാവോ?